നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെയാണ്. ബ്രസീലിനെ വലിച്ചു കീറി ഒട്ടിക്കും എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഇന്നലെ വലിയ രൂപത്തിൽ പ്രതീക്ഷപ്പെട്ടിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ട് ബ്രസീലിന് മുന്നിൽ ഒന്നുമല്ല എന്നുള്ളതാണ് ചരിത്രം. ഇന്നലത്തെ മത്സരത്തിൽ ഏതാണ്ട് പുതിയൊരു നിരയും കൊണ്ട് പുതിയ കോച്ചിന് കീഴിലിറങ്ങിയ ബ്രസീൽ കഴിഞ്ഞ വർഷം അൺബീറ്റണായിട്ട് കുതിച്ചെത്തിയ ഇംഗ്ലണ്ടിനെ അവരുടെ മണ്ണിലിട്ട് ഏകപക്ഷീയമായൊരു ഗോളിന് പരാജയപ്പെടുത്തി 7 അവസരങ്ങൾ ബ്രസീൽ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം കണ്ടില്ലേ? ഇവ കഴിഞ്ഞ 42 മത്സരങ്ങളായിട്ട് ഗ്രേറ്റ് ചാൻസസ് ബ്രസീൽ ഇത്രയധികം ഒരു കളിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് sofascore.com കണക്ക്. മാത്രമല്ല, ബ്രസീലിൻ്റെ യുവനിര വലിയ ആവേശത്തിൽ കളിക്കുന്ന ഒരു കാഴ്ചയും വലിയ സന്തോഷം അവരുടെ ആരാധകർക്ക് കൊടുക്കുന്നതാണ്. സമീപകാലത്തെ പ്രകടനങ്ങൾ വെച്ചിട്ടായിരിക്കും ഇംഗ്ലണ്ടിന് മുന്നിൽ ബ്രസീൽ ഒന്നുമല്ല എന്ന് ചിലരെങ്കിലും നിരീക്ഷിച്ചു വെച്ചത്. പക്ഷേ ചരിത്രം അതല്ല. ഒരിക്കൽ കൂടി നമ്മളത് കാണുകയും ചെയ്തു. ഇംഗ്ലണ്ടും ബ്രസീലും തമ്മിലുള്ള കളികളുടെ കണക്കൊന്ന് നോക്കിയാൽ 27 മത്സരങ്ങൾ ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയതിൽ ബ്രസീൽ വിജയിച്ചത് 12 കളികളിലാണ്. അതേസമയം 4 കളികളെ ഇംഗ്ലണ്ട് ബ്രസീലിനെതിരെ വിജയിച്ചിട്ടുള്ളൂ. 11 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചിട്ടുണ്ട്. 35 ഗോളുകൾ ബ്രസീൽ അടിച്ചപ്പോൾ തിരികെ 23 ഗോളുകളാണ് ഇംഗ്ലണ്ട് അടിച്ചിട്ടുള്ളത്. ഇനി ഫിഫ കോമ്പറ്റീഷനുകളുടെ കാര്യം നോക്കിയാലോ, വേൾഡ് കപ്പ് പോലുള്ള കോമ്പറ്റീഷനുകൾ നോക്കിയാലോ, ഒറ്റ തവണ പോലും ബ്രസീൽ ഇംഗ്ലണ്ടിന് മുന്നിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതായത് ഒരു കാലത്തും ഇംഗ്ലണ്ട് ഒന്നും ബ്രസീലിന് ഒരു എതിരാളിയെ ആയിരുന്നില്ല എന്നതാണ് കണക്ക്. ഇനി യൂറോപ്യൻ വമ്പന്മാര് ബ്രസീലിനെതിരെയുള്ള പ്രകടനത്തിന്റെ കണക്ക് കൂടി വേണമെങ്കിൽ എന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഫ്രാൻസാണ് ബ്രസീലിനോടൊപ്പം പിടിച്ചിട്ടുള്ള ഒരു ടീമുള്ളത്. പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 15 കളികൾ നടന്നപ്പോൾ 6 ബ്രസീലും 6 ഫ്രാൻസും വിജയിക്കുകയായിരുന്നു. 3 കളികൾ സമനിലയിൽ അവസാനിച്ചിട്ടുണ്ട്. ബ്രസീൽ 23 ഗോളുകൾ ഫ്രാൻസിന്റെ വലയിലേക്ക് അടിച്ചപ്പോൾ 18 ഗോളുകളാണ് അവർ തിരികെ അടിച്ചത്. ഇനി ജർമ്മനി 7-1 ആ വിജയമുണ്ടല്ലോ, പൊലെ ഹൊറിസോണ്ടയിൽ ബ്രസീലിനെ തകർത്ത് തരിപ്പണമാക്കിയ 2014 വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ ആ വിജയം അത് ഒഴിച്ചു നിർത്തിയാൽ യഥാർത്ഥത്തിൽ ജർമ്മനി ബ്രസീലിന് മുന്നിൽ ഒന്നുമല്ല പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ എന്നതാണ് കണക്ക്. 23 മത്സരങ്ങൾ പരസ്പരം കളിച്ചപ്പോൾ ബ്രസീലാണ് 13 കളികൾ വിജയിച്ചത്. 5 കളികളെ ജർമ്മനിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 5 മത്സരങ്ങൾ സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. 39 ഗോളുകൾ ബ്രസീൽ ജർമ്മനിയുടെ വലയിലേക്ക് അടിച്ചപ്പോൾ 30 ഗോളുകളാണ് തിരികെ ജർമ്മനി ബ്രസീലിന്റെ വലയിലേക്ക് അടിച്ചിട്ടുള്ളത്. ഇനി ഇറ്റലിയുടെ കാര്യം നോക്കുക. 16 കളികളാണ് ബ്രസീലും ഇറ്റലിയും തമ്മിൽ കളിച്ചത്. 9 വിജയങ്ങൾ ബ്രസീലിന്, 2 സമനില, 5 വിജയങ്ങൾ മാത്രമാണ് ഇറ്റലിക്കുള്ളത്. ഇനി സ്പെയിനുമായിട്ടുള്ള കളി, ബ്രസീലിന്റെ അടുത്ത കളി സ്പെയിനെതിരെയാണല്ലോ. സ്പെയിനുമായിട്ടുള്ള കളിയുടെ കണക്കുകൾ നോക്കിയാൽ 9 കളികൾ കളിച്ചതിൽ ബ്രസീൽ 5 ജയിച്ചപ്പോൾ സ്പെയിൻ ജയിച്ചത് 2 മാത്രം. ബാക്കി 2 കളികൾ സമനില അവസാനിക്കുകയും ചെയ്തു. 14 ഗോളുകൾ ബ്രസീൽ അടിച്ചപ്പോൾ 8 ഗോളുകളാണ് തിരികെ സ്പെയിനാകെ അടിക്കാൻ പറ്റിയിട്ടുള്ളത്. സ്പെയിനോട് 1990 ശേഷം ബ്രസീൽ തോറ്റിട്ടേ ഇല്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി അടുത്ത കളി എന്താവും എന്നുള്ളത് കണ്ടറിയണം. ഇനി നെതർലൻഡ്സ് ഓറഞ്ച് പടയുമായിട്ട് ബ്രസീൽ 12 കളി കളിച്ചപ്പോൾ അതിൽ ഈക്വലാണ് കാര്യങ്ങൾ. 4 മത്സരം ബ്രസീൽ ജയിച്ചു, 4 മത്സരം നെതർലൻഡ്സ് വിജയിച്ചു, 4 കളികൾ സമനിലയിൽ അവസാനിച്ചു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. പോർച്ചുഗലുമായിട്ടുള്ള കളികളുടെ കണക്ക് നോക്കുക. ബ്രസീൽ 19 കളികളാണ് പോർച്ചുഗലുമായിട്ട് കളിച്ചത്. 12 ബ്രസീൽ വിജയിച്ചപ്പോൾ 3 സമനിലയായി. 4 മാത്രമേ പോർച്ചുഗൽ ബ്രസീലിനെതിരെ വിജയിച്ചിട്ടുള്ളൂ. 35 ഗോളുകൾ ബ്രസീൽ അടിച്ചപ്പോൾ തിരികെ 16 ഗോളുകൾ മാത്രമേ പോർച്ചുഗൽ അടിച്ചിട്ടുള്ളൂ. ബെൽജിയത്തിനെതിരെ ബ്രസീൽ 5 കളികളാണ് കളിച്ചത്. 3 ബ്രസീൽ വിജയിച്ചു, 2 ബെൽജിയം വിജയിച്ചു. 9 ഗോളുകൾ ബ്രസീൽ അടിച്ചു, 8 ഗോളുകൾ ബെൽജിയം അടിച്ചു. ക്രൊയേഷ്യ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ബ്രസീലിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പുറത്താക്കിയ ടീമാണ്. അവർക്കെതിരെ ബ്രസീൽ 5 കളി കളിച്ചതിൽ 3 വിജയങ്ങൾ ബ്രസീലിനാണ്, 1 സമനില, 1 തോൽവി. അതായത് ആകെ 1 കളി മാത്രമാണ് ക്രൊയേഷ്യ വിജയിച്ചിട്ടുള്ളത്. ബ്രസീൽ 8 ഗോളുകൾ ക്രൊയേഷ്യയുടെ വലയിലേക്ക് അടിച്ചപ്പോൾ തിരികെ 3 ഗോളുകളാണ് ക്രൊയേഷ്യ അടിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇംഗ്ലണ്ട് ഒന്നും ബ്രസീലിന് ഒരു കാലത്തും ഒരു എതിരാളിയുമായിരുന്നില്ല. യൂറോപ്പിലെ പല വമ്പന്മാരും ബ്രസീലിന്റെ കയ്യിൽ നിന്ന് മുമ്പ് വാങ്ങിക്കൂട്ടിയതിന്റെ ചരിത്രമാണ് നമുക്ക് ഇതൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.